CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സും പിക്കപ്പ് വാഹനവും നടുറോഡിൽ മറിഞ്ഞു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 14 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച പുലർച്ചെ 5ഓടെയാണ് അപകടമുണ്ടായത്. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. പെരുമ്പിലാവ് സെന്ററിൽ വ്യാഴാഴ്ച രാത്രി 10:30യോടെയാണ് അപകടം നടന്നത്. കാറിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാർ കാർ നിർത്തി ഇറങ്ങിയോടിയതിനാൽ കാറിലുണ്ടായിരുന്ന 5 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പൊന്നയൂർ തീരദേശ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികളെ കയറ്റാതെ സർവീസ് നടത്തുന്നത് തുടരുന്നെന്ന് ആക്ഷേപം. പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. അകലാട് കാട്ടിലെപ്പള്ളി ബീച്ചിൽ ഗൃഹനാഥനെ സംഘം ചേർന്ന് ക്രൂരമായി ആക്രമിച്ചതായി പരാതി. കൽവളപ്പിൽ വീട്ടിൽ 55 വയസ്സുള്ള ഇസ്മായിലിനാണ് ക്രൂരമർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഗൃഹനാഥനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കാട്ടിലെപ്പള്ളി സ്വദേശികളായ അഷ്റഫ്, അബ്ദുൽ ഖാദർ, നൌഷാദ് എന്നിവർക്കെതിരെ വടക്കേകാട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 7,08,67,213 രൂപയും 1 കിലോ 772 ഗ്രാം 300 മില്ലിഗ്രാം സ്വർണവും ലഭിച്ചു. 16 കിലോ 590 ഗ്രാം വെള്ളിയുമുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച ഈ ഭണ്ഡാരങ്ങൾ വഴി 6,82,919 രൂപയും ലഭിച്ചു. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ഗുരുവായൂരിൽ നിന്നുള്ള വൈകുന്നേരത്തെ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് തൃശൂരിലേക്കുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനമായത്. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകാലത്തിൽ വിട പറഞ്ഞ കുന്നംകുളത്തെ ഫോട്ടോഗ്രാഫറും മികച്ച കർഷകനുമായിരുന്ന ഷൈജു ബീറ്റയെ അനുസ്മരിച്ചു. ഗുരുവായൂരപ്പന് കാണിക്കയായി 12 പവനോളം തൂക്കം വരുന്ന 2 സ്വർണമാലകൾ. ഗുരുവായൂർ കാരക്കാട് റോഡിൽ ശ്രീനിധിയിലത്ത് ശിവകുമാറും പത്നിയും ചേർന്നാണ് കണ്ണന് സ്വർണമാലകൾ സമർപ്പിച്ചത്. പഴയകാല നാടക സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ക്ഷേത്രഭാരവാഹിയുമായിരുന്ന വെള്ളാറ്റഞ്ഞൂർ MGS നായരെ ജന്മനാട് ആദരിച്ചു. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ക്ഷേത്രഭരണ സമിതിയുടെ നേതൃത്വത്തിലാണ് ആദരമൊരുക്കിയത്. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെയും സംയുക്താഘോഷമായ മകരം തിരുനാളിന് കൊടികയറി. പുന്നയൂർക്കുളം ചമ്മനൂർ മാഞ്ചറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി 20 മകരച്ചൊവ്വ ദിവസം പൊങ്കാലയും ഭദ്രകാളി പൂജയും 21 പ്രതിഷ്ഠാദിനവും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ ഉടുക്കുവാദ്യ കുലപതി സിറമനങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയെ BJP കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.